ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ജയിലുകളിലെ വിവിധ തടവുകാർക്ക് ശിക്ഷയിളവ് നൽകാൻ തീരുമാനിച്ചിരുന്നതായി മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം.പി. രാജേഷ് നിയമസഭയെ അറിയിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് ശിക്ഷായിളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷായിളവ് അല്ലെങ്കിൽ അകാല വിടുതൽ നൽകുന്നത് സംബന്ധിച്ച് 25/11/2022 സർക്കാർ ഉത്തരവിലെ മാനദണ്ഡപ്രകാരം പരിഗണിക്കേണ്ട തടവുകാരുടെ പട്ടിക ജയിൽ മേധാവി സർക്കാരിന് ലഭ്യമാക്കിയിരുന്നു. പട്ടികയിൽ അനർഹരായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടതായി കണ്ടതിനാൽ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതുക്കിയ പട്ടിക സമർപ്പിക്കുവാൻ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി 30/6/2024 ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ പട്ടികയിൽ അനർഹർ ഉൾപ്പെട്ടതായി കണ്ടതിനാൽ പുതുക്കിയ പട്ടിക നൽകാൻ ആവശ്യപ്പെട്ടു. പ്രത്യേക ഇളവ് അനുവദിക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകില്ല. തെറ്റായ വ്യക്തികളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിലിലെ 3 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി എം.പി. രാജേഷ് സഭയെ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി.